ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ചാലകശക്തി എന്ന് വിശേഷിക്കപ്പെടുന്ന ഇടത്തരക്കാർ കടുത്ത സമ്മർദ്ദത്തിലാണ്. അവർ നിശബ്ദമായെല്ലാം സഹിക്കുകയാണ്. ദരിദ്ര വിഭാഗങ്ങൾക്ക് റേഷൻ സബ്സിഡിയും ക്ഷേമ ആനുകൂല്യങ്ങളും അക്കൗണ്ടിൽ പണവും ലഭിക്കുമ്പോൾ സമ്പന്നരാകട്ടെ നിക്ഷേപങ്ങളിലൂടെ സമ്പത്ത് കോടിക്കണക്കിന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഉയരുന്ന പണപ്പെരുപ്പം, സ്കൂൾ കോളേജ് ഫീസുകൾ, ചികിത്സാ ചെലവുകൾ, ഇന്ധനവില തുടങ്ങിയവയെല്ലാം മധ്യവർഗത്തെ വലിയ കടക്കണിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഉപഭോഗം നടത്തുന്നത് ഏറെയും വരുമാനത്തിൽ നിന്നല്ല, കടം വാങ്ങിയാണ് ചെയ്യുന്നത്. വിവിധ മേഖലകളിൽ നിന്നുള്ള കണക്കുകളിൽ നിന്ന് മധ്യവർഗത്തിന്റെ അനുദിനം മോശമായിക്കൊണ്ടിരിക്കുന്ന സ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കും. ഇൻകം ടാക്സ് ഡാറ്റ സംബന്ധിച്ച വിവരങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത് ഇടത്തരക്കാരുടെ വാർഷിക വരുമാനം 10 വർഷത്തിലേറെയായി ഏകദേശം 10.5 ലക്ഷം രൂപയിൽ തന്നെ നിൽക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ പറയുന്നത് 5 ലക്ഷം മുതൽ 1 കോടി വരെ വാർഷിക വരുമാനമുള്ള ഇന്ത്യക്കാരുടെ വരുമാനം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി 0.4% മാത്രമാണ് വളർന്നത്. അതേസമയം ഭക്ഷ്യവസ്തുക്കളുടെ വിലയിൽ 80% വർധനവുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവ് കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കാൻ കഴിയുന്നില്ല. ആളുകളുടെ സമ്പാദ്യം പരിശോധിക്കുമ്പോൾ GDP-യുടെ 5.3% കുറഞ്ഞു. 5 ദശാംശത്തിനിടയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ചെറുകിട വായ്പകൾ പോലും തിരിച്ചടവ് മുടക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. 2023 ഡിസംബർ മുതൽ 2024 പകുതി വരെ 10,000 രൂപയിൽ താഴെയുള്ള വായ്പാ തുകയിൽ തിരിച്ചടവ് മുടക്കിയവരുടെ എണ്ണം 44% കുടുംബങ്ങളുടെ അപകടകരമായ സാമ്പത്തിക സ്ഥിതിയാണ് തുറന്നു കാട്ടുന്നത്. ഇതേസമയം സാമ്പത്തിക ആശങ്കകൾ മൂലം ഇടത്തരക്കാർ അത്യാവശ്യ ചെലവുകളായി ചികിത്സ, വിദ്യാഭ്യാസം, നിത്യോപയോഗ സാധനങ്ങൾ എന്നിവ വെട്ടിക്കുറയ്ക്കുകയാണ്. 33% വായ്പകൾ നിത്യവൃത്തിക്കുള്ള ചെലവിനായാണ് എടുക്കുന്നത്. പലചരക്ക് സാധനങ്ങൾ, ചികിത്സാ ചെലവുകൾ, സ്കൂൾ ഫീസ് തുടങ്ങി അത്യാവശ്യ ചെലവുകൾക്കായാണ് ഈ കടം എടുത്ത തുക ഉപയോഗിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഫലത്തിൽ ഇന്ന് ഒരു ശരാശരി വ്യക്തിക്ക് ഒന്നും സമ്പാദിക്കാനാവുന്നില്ല. മറിച്ച് കടം വാങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുകയാണ്. അവരിൽ ഭൂരിഭാഗവും ചെലവ് ചുരുക്കുകയാണ്. ജനസംഖ്യയുടെ 31% വരുന്ന ഇടത്തരക്കാർ അവഗണിക്കപ്പെടുകയാണ്. മിക്ക ഇളവുകളും എടുത്തു കളഞ്ഞതിനാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച ആദായ നികുതി ഇളവുകൾ ഇവർക്ക് വലിയ പ്രയോജനം ഉണ്ടാക്കിയില്ലെന്നാണ് പൊതുവെ കരുതുന്നത്. ദൗർഭാഗ്യവശാൽ ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ ശ്രദ്ധ മുഴുവനും ദരിദ്രരിലും അതിസമ്പന്നരിലും മാത്രമാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന വിഭാഗം അവഗണിക്കപ്പെടുകയാണ്.